ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഹലോ എവരിവൺ. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നാഷണൽ സെക്യൂരിറ്റി നമ്മളുടെ ഡിഫൻസുമായിട്ട് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധിപ്പിച്ച് കാണുന്നത്, നമ്മുടെ മിലിറ്ററി ആയിട്ട്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷയും ബാക്കി നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള സുരക്ഷയും എല്ലാം പ്രധാനമാണ്. അത് നമ്മളെ ആഭ്യന്തരമായിട്ട് നമ്മളെ സംരക്ഷിക്കുവാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. പക്ഷെ ബാഹ്യ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ചുമതല അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം നമ്മളുടെ സേനകളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. സേനകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിലിറ്ററി എന്ന് പറയുന്ന ആർമി, എയർഫോഴ്സ്, നേവി, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് സേനകളിലാണ് ആ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ള ശക്തികളെ ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാൻ, ചൈന, പിന്നെ ഇപ്പോൾ ബംഗ്ലാദേശ്, ഇതുപോലുള്ള രാജ്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് നമ്മളുടെ, പ്രത്യേകിച്ച് പണ്ട് മുതലേ നമ്മൾ പാകിസ്ഥാൻ സെൻട്രിക് ആയിരുന്നു ശരിക്കും പറഞ്ഞത്, അല്ലെ പാകിസ്ഥാൻ ഓറിയന്റഡ് ആയിരുന്നു. കാരണം നമ്മുടെ സുരക്ഷ മൊത്തം നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട് പാകിസ്ഥാൻ സെൻട്രിക് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓറിയന്റഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അത് നമ്മൾ ചൈന ഓറിയന്റഡ് ആയിട്ടുണ്ട്. ചൈന സെൻട്രിക് എന്ന് പറയാൻ പറ്റില്ല, ചൈന ഓറിയന്റഡ് ആയിട്ടുണ്ട്. പിന്നെ വീണ്ടും അടുത്ത കാലത്തായിട്ട് നമ്മൾ ഈ പാകിസ്ഥാൻ പ്ലസ് ചൈന, കാരണം അവരുടെ ആ രണ്ട് രാജ്യങ്ങൾ അടങ്ങുന്ന കോമ്പിനേഷൻ ഇന്ത്യക്കെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്നത് കൊണ്ട് നമ്മളുടെ സെക്യൂരിറ്റി പെർസെപ്ഷൻസ് അല്ലെങ്കിൽ ഡിഫൻസ്, രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ആ ഒരു പെർസെപ്ഷൻ വീണ്ടും ചേഞ്ച് ആയി. ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അതിന് ബംഗ്ലാദേശ് കൂടെ നമുക്കെതിരെ വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ പ്ലസ് ബംഗ്ലാദേശ് പ്ലസ് ചൈന, അല്ലെങ്കിൽ ചൈന അതിൻ്റെ താഴെ പാകിസ്ഥാൻ പ്ലസ് ബംഗ്ലാദേശ്. ശ്രീലങ്കയും ആ ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ വേണ്ടി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേപ്പാള്, പിന്നെ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ് ചൈനയുടെ അധികാര സ്വാധീന വലയത്തിൽ ഉള്ള രണ്ട് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം അത് ഇന്ത്യക്ക് വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറയുന്നത്. കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും മിലിറ്ററിയെ, അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയൊക്കെ തന്നെ ചൈന വൻതോതിൽ അവർ ഇടപെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റലും ടെക്നോളജിയും നൽകി അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി തീർക്കുകയല്ല. പ്രത്യേകിച്ച് ഒരു മിലിറ്ററി സ്റ്റാൻഡ് പോയിന്റിൽ അല്ലെങ്കിൽ മിലിറ്ററി കാഴ്ചപ്പാടിൽ ഇന്ത്യക്കെതിരെ നിലകൊള്ളാൻ വേണ്ടി അവരെ മെച്ചപ്പെട്ട ഒരു പിന്നെ സൈനിക ശക്തിയാക്കി മാറ്റിയെടുക്കുന്നതിൽ ചൈന വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ശ്രമങ്ങൾ ചൈന നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. പ്രത്യേകിച്ചെന്നല്ല, ഇപ്പൊ പാകിസ്ഥാന്റെ 80% തന്നെ ഡിഫൻസ് എക്യുപ്മെന്റ് ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുപോലെ ബംഗ്ലാദേശിന്റെ ഏകദേശം 70% മുകളിൽ അവർ ചൈനയാണ് ആശ്രയിക്കുന്നത് അവരുടെ ഡിഫൻസ് അല്ലെങ്കിൽ മിലിറ്ററി ആംസ് എക്യുപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറഞ്ഞ രാജ്യങ്ങൾ ചൈനയെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചൈനയ്ക്ക് എത്രത്തോളം ഈ രാജ്യങ്ങളുടെ മേലെ സ്വാധീനം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരേ ഒരു രാജ്യത്തിന് മാത്രമേ ഭീഷണിയാവുന്നുള്ളൂ, അത് ഇന്ത്യക്ക് മാത്രമാണ്. അത് ആർമിയുടെ പവറിലായാലും ശരി, എയർഫോഴ്സിന്റെ പവറിലായാലും ശരി, നേവൽ പവറിലായാലും ശരി, ഈ മൂന്ന് തലത്തിലും ഇന്ത്യക്ക് ഒരുപോലെ തന്നെ വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ പറഞ്ഞ
ചൈന പ്ലസ് ബാംഗ്ലാദേശ് പ്ലസ് പാകിസ്ഥാൻ എന്നുള്ള റിലേഷൻസിൻ്റെ ആ ഒരു ഡൈനാമിക്സ് ആണ്. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ചൈനയുടെ നമ്മൾ വാങ്ങിക്കുന്ന ഒത്തിരി ആയുധങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും ഒക്കെ പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആയുധങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ മെഷീനറീസ് ഉണ്ട്. ഇത് ഫൈറ്റർ എയർക്രാഫ്റ്റ് മാത്രമല്ല, അല്ലെങ്കിൽ മിസൈൽ മാത്രമല്ല, റോക്കറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഷിപ്പ് നേവൽ ഷിപ്സ് മാത്രമല്ല. ഇനി ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണൻസ്, പാർട്സ്, റോ മെറ്റീരിയൽസിൻ്റെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചൈനയാണ് നമ്മൾ വൻതോതിൽ ആശ്രയിക്കുന്നത്. നമ്മൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള റോ മെറ്റീരിയൽസ്, കമ്പോണൻസ്, അല്ലെങ്കിൽ പാർട്സ്, സ്പെയർസ്, ഇതിനൊക്കെ തന്നെ നമ്മൾ ചൈനയാണ് വൻതോതിൽ ആശ്രയിക്കുന്നത്. അപ്പം അങ്ങനെ വലിയൊരു ഭീഷണി ഇന്ത്യ ഈ പറഞ്ഞ പ്രതിരോധ മേഖലയിൽ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമായ കാലഘട്ടം മുതൽ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ നമ്മൾ ഏറ്റവും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരേ ഒരു പിന്നെ സംവിധാനം പറഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയെ മാത്രമാണ്. കാരണം ഇന്ത്യൻ മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിനെ മാത്രമാണ്. ബാക്കി ഒരു സംവിധാനത്തെയും ഇവിടുത്തെ ഒരു പൗരനും 100% വിശ്വാസമില്ല, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ടില്ല. നമുക്കിവിടെ ജുഡീഷ്യറി ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, മെമ്പർ ഓഫ് MPs ഉണ്ട്, MLAs ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒട്ടനവധി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിനേക്കാളൊക്കെ ഉപരി നമ്മളുടെ വിശ്വാസം അർപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നതും നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ആണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അവർ ഇത്രയും നാളും അത് വളരെ കൃത്യമായിട്ട് ആ ഒരു സംവിധാനം അതിനകത്തിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും ചെയ്യാതെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. കാരണം അത് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ പിന്നെ സിവിലിയൻ ഗവൺമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിന്റെ കൃത്യമായിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ മിലിറ്ററി. പാകിസ്ഥാനിലെ പോലോ ബംഗ്ലാദേശിലെ പോലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ പോലോ പെട്ടെന്ന് ആർമിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസിന് ഒരു മേൽക്കോയ്മ കിട്ടത്തക്ക രീതിയിലോ, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇവിടെ ഉള്ള ജനാധിപത്യപരമായിട്ട് നിലനിൽക്കുന്ന സിവിലിയൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് ഒരു പട്ടാള ഭരണം ഏർപ്പെടുത്താനുള്ള സംവിധാനമൊന്നും ഇന്ത്യയിലില്ല. അതിനെ ഇതുവരെ പട്ടാളവും ശ്രമിച്ചിട്ടില്ല. അതിനുള്ള ഒരു സംവിധാനം ഇവിടില്ല. അവരുടെ ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ 100% കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, രാജ്യത്തിൻ്റെ സുരക്ഷയെ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ കൃത്യമായി പാലിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ കൃത്യമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. അത് അവർ കൃത്യമായിട്ട് വളരെ ബ്രേവായിട്ട് അത് ആ ഒരു ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നമുക്ക് എല്ലാ പൗരന്മാർക്കും ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല, ഭരണതലത്തിൽ മുതൽ താപ്പോട്ട് എല്ലാ തലത്തിലും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ചൈന എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. ചൈന എന്ന് പറയുന്ന ഫാക്ടർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ഡിഫൻസിൻ്റെ ഈ ഹൈടെക് ടൂൾസ്, അതായത് കമ്പ്യൂട്ടേഴ്സ്, ഡ്രോൺസ്, അതല്ലെങ്കിൽ മറ്റേത് സംവിധാനമായാലും ശരി, ഇതിനെല്ലാം നമ്മൾ ഈ ചൈനയാണ് ആശ്രയിക്കുന്നത്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടല്ലെങ്കിൽ തന്നെയും. കാരണം നമ്മൾ ഡിഫൻസിന് വേണ്ടി ഇപ്പം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ, അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ, ഫ്രാൻസിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ് പ്രോഡക്റ്റ് വിശ്വസനീയമായിട്ട് നമ്മൾ ചൈനയിൽ നിന്ന് ഒരിക്കലും വാങ്ങിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലുള്ള ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് അവരുടെ പ്രൊഡക്ഷന് വേണ്ടി ഈ റോ മെറ്റീരിയൽസ്, കോമ്പണൻസ്, പാർട്സ്, ഇതൊക്കെ അവർ ചൈനയാണ് വൻതോതിൽ ആശ്രയിക്കുന്നത്. അത് ഇന്ത്യക്ക് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഒരു
ആവറേജ് ഇന്ത്യനെ സംബന്ധിച്ച് ഓക്കെ, ഇതൊരു വെറും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നമ്മുടെ രാജ്യ ഡിഫൻസിനെ സംബന്ധിച്ച്, മിലിറ്ററിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഒരു വലിയ വിഷയമാണ്. അപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിൽ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. ചൈന ഈ അടുത്ത സമയത്തായിട്ട് നമ്മളുമായിട്ട് സമാധാനം ത്തില് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം അമേരിക്കയും ട്രംപ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുണ്ടാകുന്ന കോൺഫ്ലിക്റ്റിന്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മാർക്കറ്റിനെ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ അവർ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അത് അവർ പിന്നെ ഒന്ന് സൂത് ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ഒരു വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചത്തിൽ മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റൂ. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചൈനയുടെ സ്വഭാവങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ട്, ഇന്ത്യ ഇപ്പോഴും വൻതോതിൽ എല്ലാ മേഖലകളിലും ചൈനയിൽ നിന്ന് വൻതോതിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പം ഈ ഡിഫൻസിൻ്റെയും അല്ലെങ്കിൽ അതുപോലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെയും നമ്മളിപ്പോഴും ചൈനയെ തന്നെയാണ് വൻതോതിൽ ആശ്രയിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ വൻതോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള ആശങ്ക ഭരണതലപ്പത്ത് മുതൽ കൃത്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം. കാരണം ചൈനയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന കോമ്പണൻസ്, പാർട്സ്, സ്പെയർ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസിന് വേണ്ടി പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലകളിൽ. കാരണം നമ്മളിന്ന് ഗവൺമെൻറ് പ്രൈവറ്റ് മേഖലയിൽ ഈ പറഞ്ഞ ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ആംസും അമുനീഷ്യൻസും എക്യുപ്മെൻസും അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി വൻതോതിലുള്ള പ്രോത്സാഹനം നടക്കുകയും പ്രൈവറ്റ് മേഖല ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഡൈനാമിക്കായിട്ട് ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയൊക്കെ കാഴ്ചവെക്കുന്നൊരു കാലഘട്ടമാണ്, ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ചൈനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ പ്രതിരോധ ആർമിയിലും എയർഫോഴ്സിലും അല്ലെങ്കിൽ നേവിയിലൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ്, ഓഫീസിൽ മാത്രമല്ല, കാരണം വെപ്പൺസിൽ ഇപ്പം ഒരു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടറാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ്, ഒരു ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. ഒരു ഒരു നേവിയുടെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറാണ് ശരിക്കും പറഞ്ഞത്. സിസ്റ്റമാണ് അതിലെല്ലാം ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും എല്ലായിടത്തും സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന പിന്നെ കമ്പോണൻസ്, പാർട്സ്, സ്പെയർ, ഇതെല്ലാം അതുപോലെ ഡ്രോൺസ് വൻതോതിൽ ഇപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ രാജ്യങ്ങളും ഡ്രോണിൻ്റെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യയിലും നമ്മുടെ ഡിഫൻസ് പ്രതിരോധ മേഖലയിലും ഡ്രോണിൻ്റെ അക്വിസിഷനും ഒക്കെ തന്നെ വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ഡ്രോണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രൈവറ്റ് മേഖല തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെയും അവർ ഈ റോ മെറ്റീരിയൽസും കമ്പോണൻസും പാർട്സും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, ഡ്രോണ്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായി ഉള്ള പഠനം നമുക്ക് തെളിയിച്ചു തരുന്നത് അല്ലെങ്കിൽ വെളിവാക്കി തന്നത് ഡ്രോൺസ് ഈ, കാരണം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളാണെങ്കിൽ തന്നെയും പിന്നെ അവർ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ചൈനീസ് മെയ്ഡാണ്. ചൈനീസ് ഇലക്ട്രോണിക്സ്, അതായത് ക്യാമറകൾ, കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ്, കൺട്രോൾ സിസ്റ്റം, അല്ലെങ്കിൽ ഈവൻ മറ്റേതെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഒത്തിരി കമ്പോണൻസ് ഉണ്ടല്ലോ ഒരു സിസ്റ്റത്തിൽ, അത് നമ്മൾ ഉപയോഗിക്കുന്ന. അപ്പോൾ അതെല്ലാം ചൈനീസ് മെയ്ഡായിരിക്കും. അപ്പോൾ ഇതിനകത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട്. കാരണം ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് അതിനകത്തിൽ വൻതോതിൽ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അതെല്ലാം ഫ്രണ്ട്ലി നേഷൻ ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ ചൈനയും റഷ്യയും തമ്മിലുള്ള കച്ചവടം ആണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും വൻതോതിൽ അവർക്കതിനകത്തിൽ മാനിപ്പുലേഷൻസ് നടത്തുകയും ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ ഡേറ്റകളൊക്കെ ചോർത്തുവാനും ഒക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും. അപ്പോൾ അത് ഹാക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ഈ പറഞ്ഞ ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ ഇന്ത്യയിലൊരു ഡിഫൻസിന് വേണ്ടി ഡ്രോൺ ഉണ്ടാക്കുന്ന മാനുഫാക്ചർ എന്നൊരു കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷെ അവരുടെ ഡ്രോൺ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ലേബലായിരിക്കും. പക്ഷേ കമ്പോണൻസും പാർട്സും ഒക്കെ വരുന്നത് ചൈനയിൽ നിന്നായിരിക്കും. അപ്പം ചൈനയ്ക്ക് അതിനകത്തിൽ എന്തൊക്കെ കാണിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാവുന്നതല്ലോ ഇന്നത്തെ കാലത്ത്. അപ്പോൾ അവർക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ സിസ്റ്റംസ്. കാരണം ഹിഡൻ മാൽവെയർ, അതുപോലെ തന്നെ നമ്മുടെ ഈ
ഈ ഹിഡൻ മാൽവെയർസ് ഒക്കെ, അതായത് അതിനകത്തിൽ വളരെ രഹസ്യമായിട്ട് എംബഡ് ചെയ്തിരിക്കുന്ന മാൽവെയർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഡേറ്റയൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് അവർക്ക് പിന്നെ എന്താണ് പറയുക, അവർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സേനകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സെർവേഴ്സ്, ഇതെല്ലാം തന്നെ ഈ ഗ്ലോബൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള HP, IBM, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സേനകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൈനയുടെ കമ്പോണൻസ് ആണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. 2014 റിപ്പോർട്ട് അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളുടെ സേനയുടെ ഏറ്റവും വലിയൊരു മേജർ സപ്ലയർ നമ്മുടെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റംസിന്റെ ഒരു മേജർ സപ്ലയർ ചൈനയാണ്. ഇപ്പം 2025 ഗവൺമെന്റ്, നമ്മുടെ മോദി ഗവൺമെന്റ് പല ഡ്രോണിന്റെ കോൺട്രാക്റ്റുകളും, അതായത് ഏകദേശം 230 കോടി വരുന്ന ഡ്രോൺ കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഡ്രോണിനകത്തെല്ലാം ഉപയോഗിക്കുന്ന ചൈനയുടെ പാർട്സും കമ്പോണൻസും എല്ലാം ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം നമുക്കറിയാം. കാരണം ഇന്ത്യയിലെ സാമ്പത്തിക മേഖല നമ്മൾ പതുക്കെ 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 നമ്മൾ പുരോഗതി ഉണ്ടാക്കിയെടുക്കുന്ന രാജ്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനകത്തിൽ ഇപ്പോഴും സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചൈനയെപ്പോലുള്ള വലിയൊരു രാജ്യത്തെ നമുക്ക് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ചൈന നമ്മളുടെ ശത്രു രാജ്യമാണ് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ വളർച്ചയോ നമ്മുടെ സുരക്ഷയോ അല്ലെങ്കിൽ നമ്മളുടെ മുന്നോട്ടുള്ള ആ പ്രയാണത്തെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന നമ്മുടെ ശത്രു രാജ്യമാണ്. അവരെത്രയൊക്കെ ഫ്രണ്ട്ലി ആണെന്ന് പുറമെ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഭാഷണം നടത്തിയാലും ചർച്ച നടത്തിയാലും ചൈന ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഒരു ശത്രു രാജ്യം തന്നെയാണ്. കാരണം ഒരിക്കലും ഇന്ത്യ വളർന്നു കാണാനോ അല്ലെങ്കിൽ വളർന്ന് മുമ്പോട്ട് പോകാനോ കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ഒരു ആശങ്കയോട് മാത്രമേ കാണാൻ സാധിക്കൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ഇതിനകത്തിലൊരു ഗ്ലോബലായിട്ടും ലോക്കലായിട്ടുള്ള ചലഞ്ചസ് ഉണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും ഭൂരിപക്ഷം ഇലക്ട്രോണിക് പ്രോഡക്ട്സും അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാർട്സും എല്ലാം ചൈനയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് വളരെ ചീപ്പായിട്ടും പിന്നെ വളരെ വ്യാപകമായിട്ടും ലഭ്യമാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇതുവരെ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ലെവലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അതായത് അഡ്വാൻസ്ഡ് കമ്പോണൻസ്, കമ്പ്യൂട്ടേഴ്സ്, ഡ്രോൺസ്. ഇപ്പോൾ ഒരു മിസൈൽ നമ്മൾ നിർമ്മിക്കുകയാണ് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു പിന്നെ ഡ്രോൺ നമ്മൾ നിർമ്മിക്കുകയാണ്. പക്ഷെ ഇതിനകത്തിലെല്ലാം ഉപയോഗിക്കുന്ന കമ്പോണൻസ്, പാർട്സ് ഒക്കെ ചൈനയിൽ നിന്നുണ്ടായിരിക്കും. മനസ്സിലായി. പണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ മേടിച്ചിരുന്ന സാധനങ്ങൾ, അതായത് സിസ്റ്റംസ് ചൈനയിൽ നിന്നൊക്കെ മേടിച്ചത്, വെളിയിൽ നിന്ന് മേടിച്ചത്, നമുക്കതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഒന്നും ഇല്ലാതെ പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് നമ്മൾ വ്യാപകമായിട്ട് ചൈനയുടെ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ സേനയിലേക്ക് നമ്മൾ വേണ്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ്, സിസ്റ്റംസ്, അതുപോലെയാണ്. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ ഒരു വലിയ വിഷയം, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വലിയൊരു വിഷയം. കാരണം ഇവിടുന്ന് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അവർക്ക് അവിടെ നിന്ന് തന്നെ നമ്മുടെ സിസ്റ്റം എല്ലാം തന്നെ ഹാക്ക് ചെയ്യുകയും നമ്മുടെ ഡേറ്റ അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം അത് ഇന്ത്യ ഇന്ന് നേരിടുന്ന വലിയൊരു വിഷയമാണ്. അത് വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഷയമാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഏകദേശം 80% മേളിൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൈനയെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയല്ല. കാരണം ഇന്ത്യ ചൈനയുമായിട്ട് സൗഹൃദപരമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല. ഒന്ന്, ഇനി ഇന്ത്യ ആണെങ്കിൽ തന്നെ ചൈന അങ്ങനെ ആഗ്രഹിക്കുന്ന രാജ്യമല്ല. കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് ഇക്കണോമിക് കോമ്പറ്റീഷൻ ചൈനയുമായിട്ടുണ്ട്. നമുക്ക് ബഹുദൂരം സഞ്ചരിക്കാനുണ്ട്. ചൈനയുമായിട്ട് എത്ര സഹകരിച്ചാലും അവർ നമ്മുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അവർ താല്പര്യം കാണിക്കുന്ന രാജ്യമല്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ചൈനയുടെ ഏത് തരത്തിലുള്ള ജസ്റ്റേഴ്സും അല്ലെങ്കിൽ പ്രവൃത്തികളും നമുക്ക് സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വളരെ
ക്രിട്ടിക്കലാണ് നമ്മുടെ ഡിഫൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി മിലിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നിരുന്നാൽ തന്നെ ഇന്ത്യ പിന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ അതിനകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വളരെ ശക്തമായിട്ടുള്ള നടപടികളും അല്ലെങ്കിൽ പിന്നെ ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഡ്രോൺസിൻ്റെ കോൺട്രാക്റ്റിലൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ ചൈനയുടെ കോമ്പോണൻസ് ഉപയോഗിക്കുന്ന കമ്പനികളെയൊക്കെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, നമ്മുടെ പ്രതിരോധ മന്ത്രാലയം പിന്നെ വാൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ സെൻസിറ്റീവ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ, അത് കമ്പ്യൂട്ടേഴ്സ്, ഡ്രോൺസ്, ഏത് സെൻസിറ്റീവ്, കാരണം നമ്മുടെ എല്ലാ സിസ്റ്റവും സെൻസിറ്റീവാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളൊക്കെ, നമ്മുടെ പ്രതിരോധ മേഖലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ്, ഈവൻ കമ്പ്യൂട്ടർ എവിടെയുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റിന് കമ്പ്യൂട്ടറാണ്, ഒരു നമ്മുടെ ഷിപ്പ് കമ്പ്യൂട്ടറാണ്, എല്ലായിടത്തും സിസ്റ്റം തന്നെയാണ് ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഈ ഏരിയാസിലെല്ലാം തന്നെ അവർ തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പിന്നെ ടെസ്റ്റുകളും എക്സാമിനേഷൻസും സ്ക്രൂട്ടണിയും ഒക്കെ തന്നെ നടത്തുന്നുണ്ട് ഇപ്പോൾ. അപ്പം 2024 ഹിം ഡ്രോൺ എ തോൺ ലഡാക്കിൽ നമ്മൾ നടത്തിയൊരു ഈവൻ്റാണ് അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെയുള്ള കമ്പനികളെ, ഫേംസിന് പിന്നെ ഡ്രോൺസുകൾ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഡ്രോൺസുകളെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയൊരു പരിപാടിയാണ് ഹിം ഡ്രോൺ എത്തോൺ എന്ന് പറയുന്നത്. 2024 അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഇനിഷ്യേറ്റീവ് നടത്തിയിരിക്കുന്നത്. അപ്പം ഈ ഇന്ത്യൻ ഫേംസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുപയോഗിക്കുന്ന കമ്പോണൻസ് ചൈനയിൽ നിന്നാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തണം. ചൈനയിൽ നിന്നല്ലെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് തീർച്ചയായിട്ടും പ്രയോജനമാകത്തുള്ളൂ. അതുപോലെ തന്നെ മോഡി ഗവൺമെൻറ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം, അതെല്ലാം ലോക്കൽ മാനുഫാക്ചറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു മെല്ലപ്പോക്ക് നയമാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഉറപ്പുവരുത്തുന്നത് അവർ മാനുഫാക്ചർ ചെയ്യുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ ഡ്രോൺസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ തന്നെ ചൈനയുടെ കമ്പോണൻസോ പാർട്സോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടോ ആയിരിക്കരുത് എന്നാണ് നമ്മൾ ഉറപ്പുവരുന്നത്. അപ്പം നമ്മളുടെ ഇതെന്ന് പറയാവുന്ന ഇന്ത്യൻ മെയ്ഡ് പാർട്സും പിന്നെ സ്പെയറും റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന കമ്പ്യൂട്ടറും ഡ്രോണും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് നിർമ്മിച്ചെടുക്കാനും ഡെവലപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. പക്ഷേ അതിന് ടൈം, മണി, എക്സ്പെർട്ടൈസ് ഇതൊക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഈ മാറ്റങ്ങളുടെ ഒരു സ്പീഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള സ്പീഡ്, വേഗതയിലൊന്നും കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ള വലിയൊരു വറിയിങ് ഫാക്ടർ, അല്ലെങ്കിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വലിയ കാര്യമാണ്. ഇപ്പം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL, തേജസ് അല്ലെങ്കിൽ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ LCA ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി എത്രയോ നാളുകളായിട്ട് കിടന്ന് പിന്നെ അതിനകത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഒത്തിരി പുരോഗതി നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ട് നമുക്കൊരു പിന്നെ എന്താണ് പറയുന്നത്, ഒരു സംതൃപ്തി തരുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ എല്ലാ ഇന്ത്യക്കാരെ സംബന്ധിച്ചും ഇതൊരു നമ്മുടെ സേഫ്റ്റിയുടെ, സെക്യൂരിറ്റിയുടെ, സുരക്ഷയുടെ ഒരു വിഷയമാണ്. അപ്പം നമ്മുടെ മിലിറ്ററി, ഡിഫൻസ് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സേനകൾ ഉപയോഗിക്കുന്ന എല്ലാ സിസ്റ്റംസും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ തരത്തിലുള്ള, അല്ലെങ്കിൽ അവർക്കതിനെ നമ്മളുടെ ക്രിട്ടിക്കലായിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ, ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ അതിനെക്കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ വലിയൊരു വിഷയമായി മാറും. അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ചില മാറ്റങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, അത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ നമുക്ക് വളരെ ദ്രുതഗതിയിൽ നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ മെയ്ഡ് ടെക്നോളജി എന്നാൽ ടെക്നോളജിയുടെ കാര്യത്തിലായാലും കമ്പോണൻസ്, സ്പെയർസ്, പാർട്സ് ഇതൊക്കെ തന്നെ പ്യുവർലി ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള
അല്ലെങ്കിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോയാൽ മാത്രമേ നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സുരക്ഷയ്ക്കുള്ള ഭീഷണിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. തീർച്ചയായിട്ടും അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി. അതെല്ലാ വ്യക്തികളുടെയും പൗരന്മാരുടെയും ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളും അതിനകത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഈ സുരക്ഷയുടെ ഒരു ഭീഷണി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതിന് സമയമെടുക്കും, അല്പം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇന്ത്യ ഇപ്പം നമ്മളുടെ ഈ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് പ്രൊഡക്ഷൻ മാനുഫാക്ചറിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ശരിക്കും പറയുന്നത്. അപ്പം അത് സമസ്ത മേഖലകളിലും, അതായത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും അത് പിന്നെ റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അപ്പം അതിനകത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ് ആണെങ്കിൽ തന്നെയും അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇതിനകത്തിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, കമ്പോണൻസ്, പാർട്സ്, സ്പെയർസ് ഒന്നും തന്നെ ചൈനയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ശത്രുതയുള്ള ഒരു രാജ്യത്തിൽ നിന്നായിരിക്കരുത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. ഗവൺമെൻറ് തലത്തിൽ മുതൽ ഈ പറഞ്ഞ പ്രൈവറ്റ് മേഖലയിൽ വ്യാപൃതരായിരിക്കുന്ന മാനുഫാക്ചറേഴ്സും എല്ലാം തന്നെ ഉറപ്പുവരുത്തും. രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു വിഷയമാണ്. ഇപ്പോഴല്ല, കുറേ കാലമായിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ശ്രദ്ധയില്ലാത്തതിൻ്റെ വിഷയമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെൻറ് നേരത്തെ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ അതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകൾ നേരത്തെ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ ഒക്കെ തന്നെ ആയിരിക്കാം ഇങ്ങനൊരു പ്രതിസന്ധിയിലൊക്കെ നമ്മൾ എത്തിച്ചേർന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് അതിൽ മാറ്റം വരുത്താൻ വേണ്ടി അവർ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു സുരക്ഷാ ഭീഷണി നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള നയങ്ങളും അല്ലെങ്കിൽ തന്ത്രങ്ങളും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രായോഗികമാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് അല്പം കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും ഫലവത്താകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ദ ഹിഡൻ ചൈനീസ് ഷാഡോ ഇൻ ഇന്ത്യാസ് ഡിഫൻസ് എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ടില്ലെങ്കിൽ തന്നെയും പരോക്ഷമായിട്ട്. പക്ഷെ ആ പരോക്ഷമായിട്ടുള്ളത് വളരെ ശക്തമാണ്, നമുക്ക് ആശങ്ക നൽകുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി തുരങ്കം വെക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ പറഞ്ഞ പ്രതിരോധ, ഡിഫൻസ്, മിലിറ്ററി മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന രീതിയിൽ അവർക്ക് ചൈനയുമായിട്ട് കാരണം നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ വിവരങ്ങൾ ചോർത്തി ഡിഫൻസിലുള്ള ആൾക്കാർ തന്നെ, ഒത്തിരി ഇല്ലെങ്കിൽ തന്നെയും വളരെ ചുരുക്കമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് ഇല്ലേ, പട്ടാളക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സേനയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പാകിസ്ഥാന് വേണ്ടി വിവരം ചോർത്തി കൊടുത്തു, അല്ലെങ്കിൽ ചൈനയ്ക്ക് വേണ്ടി വിവരം ചോർത്തി കൊടുത്തു എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ ചോർത്തി കൊടുക്കുന്നത് ഈ ഒരു അവസ്ഥയുടെ വെളിച്ചത്തിൽ, അതായത് ചൈനയിൽ നിന്നുള്ള നമ്മുടെ സേനയിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് എല്ലാം തന്നെ ചൈനയിൽ നിന്നുള്ള ഈ കമ്പോണൻസും ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ തന്നെയും ഈ പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് ഇപ്പോൾ IBM, HP ഇതൊക്കെ നമ്മൾ ബ്രാൻഡഡ് കമ്പനികളാണ്, മെയ്ഡ് ഇൻ അമേരിക്കൻ കമ്പനികളാണെങ്കിൽ തന്നെയും ചൈനയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പോണൻസ് ആയിരിക്കും അവരെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സേനയിൽ ഈ പറഞ്ഞ HP-യുടെ കമ്പ്യൂട്ടറോ IBM-ൻ്റെ കമ്പ്യൂട്ടറോ ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ചിപ്സ് അല്ലെങ്കിൽ മറ്റേ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ തന്നെ ചൈനയുടെ കമ്പോണൻസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് വളരെ ദൂരെ വന്നിട്ട് ഇന്നത്തെ ലോകത്ത് സൈബർ അറ്റാക്കുകൾ നടത്താനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനോ, സിസ്റ്റം ഹാക്ക് ചെയ്യാനോ, നമ്മുടെ ഡേറ്റയെ ലൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷനൊക്കെ അവർക്ക് തീർച്ചയായിട്ടും കൈവശപ്പെടുത്താനൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ഭീഷണി ഇപ്പോൾ ഇന്ത്യൻ സേന നേരിടുന്നുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ് അതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതിനകത്തുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് 230 അല്ലെങ്കിൽ 200 ചില്ലാനം കോടി രൂപയുടെ ഒരു ഡ്രോൺ കോൺട്രാക്റ്റ് ഗവൺമെൻറ്, ഡിഫൻസ് മിനിസ്ട്രി, പ്രതിരോധ മന്ത്രാലയം അത് ക്യാൻസൽ ചെയ്തതും. അപ്പോൾ അതിനകത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്, ഇതിനകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും.
അതിനകത്തിൽ നമ്മൾ ഈ പറഞ്ഞ പ്രൈവറ്റ് മേഖലയെ കൂടുതൽ ശക്തമാക്കുകയും അല്ലെങ്കിൽ സ്വകാര്യ മേഖല കൂടുതൽ ശക്തമാക്കി ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങൾ പ്യുവർലി ഇപ്പം ചൈനയിൽ നിന്ന് പല കമ്പോണൻസും സ്പെയറും പാർട്സും എല്ലാം വേണ്ടി അസംബിൾ ചെയ്തിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ബ്രാൻഡിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് വലിയ കാര്യമില്ല. കാരണം ലേബൽ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമാണെന്ന് നമുക്ക് കാണാമെങ്കിൽ തന്നെ, പക്ഷേ അകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ചൈനയുടെ കമ്പോണൻസും സ്പെയറും പാർട്സും ഒക്കെ ആയിരിക്കും. അതിനു പകരം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച പ്യൂർലി ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ്, സ്പെയർ, പാർട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിസ്റ്റംസും പിന്നെ ഈ പറഞ്ഞ ഡ്രോൺസുകളും ഒക്കെ തന്നെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സുരക്ഷാ ഭീഷണി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഗവൺമെന്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടേമിൽ നമുക്കതിനെ വലിയ റിസൾട്ട് കാണത്തില്ലെങ്കിലും മീഡിയം ടു ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കിപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ടോപ്പിക്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണെങ്കിൽ തന്നെയും മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ടോപ്പിക് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.